Welcome back to my YouTube channel. ഗോപൂട്ടന് തനുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് അവളോട്ട്. കാരണം ഏകദേശം രണ്ടുപേരുടെ സ്വഭാവം ഒരുപോലെ തന്നെയാണ്. ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇതിപ്പം ചേർത്തലയിലുള്ള ഒരു ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അമ്മ പറഞ്ഞു അവിടെ പോകണം, എല്ലാവരും കൂടെ ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തൊരു സൺഡേ ഫിക്സ് ചെയ്ത് ഞങ്ങൾ പോവുകയാണ്. ഗോപൂട്ടൻ വണ്ടിയിലിരുന്ന് പറയുന്നതാണ് ഞാൻ കുഞ്ഞമ്മ വീട്ടിൽ പോവുകയാണ്, എനിക്ക് കുഞ്ഞമ്മ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിലോട്ടാണെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. ഞാൻ ചെന്ന് അവിടെ എന്തൊക്കെയാണ് വഴിപാടുള്ളത്, എന്തൊക്കെ എഴുതണമെന്നൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞാനും ചേച്ചി അമ്മ എല്ലാവരും എന്തൊക്കെയോ വഴിപാട് ഞങ്ങൾ എഴുതി. ഇത് മഹാദേവ ക്ഷേത്രവും ദേവീ ക്ഷേത്രവും കൂടെ 2 പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. പിന്നെ അയ്യപ്പനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ തൊഴുത് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ തന്നെ നിവേദ്യത്തിനുള്ള ടൈമുമായി. പിന്നെ ഞങ്ങൾ ആ പൂജ കഴിയാൻ വേണ്ടി അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ആ സമയം ഇതിൻ്റെ തൊട്ട് പുറകിലൊക്കെ ഇത് കണക്ക് പാടവും അങ്ങനെയുള്ള ഏരിയയാണ്. അപ്പം പിള്ളേരവിടെ കളിക്കാനും തുടങ്ങി. ഞാനും ജാനിമോളും കൂടെ അവിടെ പുറകോട്ടൊക്കെ നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് കാണും. കാരണം എപ്പോഴും ഇങ്ങോട്ടങ്ങനെ ഇപ്പോൾ വരാൻ പറ്റാറില്ല. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ വല്യമ്മയ്ക്ക് സുഖമില്ലായിരിക്കുമായിരുന്നു. പിന്നെ വല്യമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വല്യമ്മയുടെ വീട്ടിൽ പോയി. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം ഇവർ പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ വൈകുന്നേരം ഒരു 4-5 മണിയൊക്കെ എപ്പോഴും ബീച്ചിൽ പോവുകയാണ്. അപ്പം സുധീശ്വരനെ ഞങ്ങളെല്ലാവരും കൂടെ കളിയാക്കുവാണ്. ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് ഭയങ്കര കളിയാക്കലായിരുന്നു. ചേച്ചി പോണ്ടാ ചേച്ചി ഗോപൂട്ടാ ഗോപൂട്ടാ ഹായ് പറയടാ. കണ്ടില്ല ക്യാമറയിലൊന്ന് പറ. ഇങ്ങോട്ട് വന്നിട്ട് പറ. എവിടെയാ പോണത്? പാർക്കിൽ പോണം. പിന്നെ എവിടെയാ അതിന് ഗോപു പോണേ? ബീച്ചിൽ പോണേ. ഒരു ഏയും കൂടെ വെച്ചേര്. അതിനോട്ടൻ എന്തിയാ? അതിനോട്ടൻ പറഞ്ഞില്ല. രാവിലത്തെ ഓട്ടപ്പാച്ചിലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ആലപ്പുഴ ബീച്ചിൽ പോവാണ്. ഒരു ഉമ്മയും കൂടെ കൊടുക്ക്. ചിക്കൻ്റെ ഒരു ഉമ്മയും കൂടെ കൊടുക്ക്. എന്തിനാ ഉമ്മ ചിക്കു? ഉമ്മ എന്തിനാ? ഉമ്മ എന്തിനാ ഇവിടെ ബീച്ചിൽ കൊണ്ടുവന്നാണോ? ജാനിയൊക്കെ വന്ന് എന്തുവാറി കുളിച്ചത് ഛർദിക്കാൻ പറഞ്ഞപ്പോ അത് ഓർക്കുമ്പോ
അത് എന്നിട്ട് ഞാൻ അതിന്റെ അകത്ത് വായുമ്പോൾ ചിരിന്നേ. അത് ഇവൻ ഉൾപ്പെടെ. ബീച്ചിൽ വന്ന പാടെ രണ്ടും കൂടെ നേരെ പോയത് ഈ സാധനം വാങ്ങാൻ വേണ്ടി, ഈ ബബിൾസ് വിടുന്ന ഈ സാധനം വേണമെന്നും പറഞ്ഞ് നേരെ രണ്ടും കൂടെ അങ്ങോട്ട് പോയി. അത് വാങ്ങിയ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ അത് താഴെ ഒഴിച്ച് കളഞ്ഞു. പിന്നെ അവിടുന്ന് പിടിച്ച് വലിച്ചിട്ടാണ് ഞാൻ നേരെ ബീച്ചിലോട്ട് പോയത്. എല്ലാം പ്ലാൻ ചെയ്താൽ വന്നത്, ബീച്ചിൽ നല്ലപോലെ കുളിക്കണം, അല്ല അത് കാരണം കൊണ്ട് അതേ രീതിയിൽ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിൽ നിന്ന് പോകുന്നത് തന്നെ. പക്ഷേ ബീച്ചിൽ ചെന്നപ്പോഴേക്കും അവിടെ ലൈഫ് ഗാർഡ്സൊക്കെ നിൽപ്പുണ്ടായിരുന്നു. കാരണം നല്ല തിരയായത് കാരണം കൊണ്ട് നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടെ ഗോപൂട്ടനാണെങ്കിൽ ഓരോ കാര്യം അവൻ്റെ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യണം. അവൻ്റെ ചെരുപ്പൊക്കെ അവൻ തനിയെ എടുത്തുകൊണ്ട് പോകണം. ഇപ്പം അംഗനവാടിയിൽ പോകുമ്പോഴും അങ്ങനെയാണ്, അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തനിയെ ചെയ്യണം. അവൻ പറയുന്നത് ഞാൻ വലുതായി എന്നും പറഞ്ഞാണ് അവൻ നടക്കുന്നത്. ഞാൻ വലുതായി, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ചെരുപ്പൊക്കെ എടുത്ത് തനിയെ പിടിച്ചോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവൻ്റെ വർത്തമാനമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ഭയങ്കര നല്ല ക്യൂട്ടാണ് അവൻ്റെ ഓരോ വർത്തമാനങ്ങളും കേൾക്കാം. അതിനിടയ്ക്ക് അതിനൂട്ടിനായിട്ട് അങ്ങനെ പോകത്തില്ല. പക്ഷെ തനുവിൻ്റെ കൂടെയാണ് അവൻ്റെ കളി ഫുള്ളും. തനുവിനെ ഭയങ്കര കാര്യമാണ്. രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. അവരവരുടേതായ രീതിയിലുള്ള കളിയും പറച്ചിലും ഒക്കെയാണ്. അവിടെ ചെന്നപ്പോഴേക്കും നല്ല തിരയായിരുന്നു ബീച്ചിലും. പിന്നെ 4 പേരും കൂടെ മാറി അവിടെ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് അതിനോട്ടിന് ആ കയ്യിലുള്ള ബബിൾസും ഒക്കെ താഴെ കളഞ്ഞ് അതും കൊണ്ട് ദൂരെ കളഞ്ഞു. തനു പിന്നെ ഈ ടോയ്സൊക്കെ ആയിട്ടാണ് വന്നത് കളിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട്. കടലിൽ തിരമാല കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല. പക്ഷെ 4 പേരും ഇങ്ങനെ ഇരിക്കുന്നതും തിരയടിക്കുന്നതും ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് ഇത്തിരി കയറ്റിയായിരുത്തിയത്. പക്ഷെ എന്നാലും നല്ലപോലെ തിരയടിച്ചപ്പോഴേക്കും അതിനൂട്ടൻ ഒരു വഴിക്ക് പോയി. പിന്നെ എനിക്ക് ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ എല്ലാത്തിനെയും പിടിച്ച് വലിച്ച് കരയിലോട്ട് കയറ്റി. പിന്നെ അവിടെ കിടന്നുള്ള മണ്ണിക്കളിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മണ്ണിക്കളിയാണ്. പിന്നെ മണ്ണായിരുന്നു എല്ലാത്തിൻ്റെയും തേക്കത്ത്. അതെല്ലാം കൂടെ ആക്കി പിന്നെ ഞാൻ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നൊരു സ്ഥലം നമ്മുടെ ബീച്ചിലുള്ള കാരണം പിന്നെ അവിടെ പോയി എല്ലാത്തിനെയും കഴുകിച്ച് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡിയാക്കി നിർത്തിയത്. ഈ കളി കാണുമ്പോൾ തന്നെ അറിയാണ്ട് ദേഹം മൊത്തം, ഗോപു ആണെങ്കിലും അതിനൂട്ടനാണെങ്കിലും തനുവും ജാനി എല്ലാം ഒരേപോലെ മണ്ണിൽ കിടന്ന് മഴ പെയ്ത് കിടക്കുന്ന മണ്ണും കൂടെ ആയത് കാരണം കൊണ്ട് നനഞ്ഞ മണ്ണാണ്. അപ്പോൾ എല്ലാം കൂടെ മണ്ണിലുള്ള കളിയായിരുന്നു. പിന്നെ ആലപ്പി ബീച്ചിലാണെങ്കിൽ ഇപ്പോൾ എക്സ്പോ നടന്നതിൻ്റെ കുറേ വേസ്റ്റ് അവിടെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. അതൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ബീച്ചിൻ്റെ ഏരിയ ഫുള്ള് കണക്ക് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കുറേ ഫ്ലവേഴ്സ്, പിന്നെ യൂസ് ചെയ്തിട്ട് പോയ കുറേ പ്രൊഡക്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതുവഴി നടന്നു പോയപ്പോഴേക്കും അവിടെ തത്ത ഇരിക്കുന്നെന്നും പറഞ്ഞ് തനുവിന് തത്തയെ കാണാൻ വേണ്ടി പോയതാണ്. പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും പിന്നെ സുധീഷേൻ്റെ കൈ നോക്കാമെന്നും പറഞ്ഞ് സുധീഷേൻ്റെ അവിടെ കൊണ്ട് കൈ നോക്കിയപ്പോഴേക്കും സരസ്വതി ദേവീനെയാണ് കിട്ടിയത്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടിരിക്കുക. ഞങ്ങളൊരു രസത്തിന് പോയി നോക്കിയതാണ്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളും അവിടെ പോയി ഇവരുടെ ഡ്രസ്സൊക്കെ മാറിയത്. പിന്നെ ഡ്രസ്സൊക്കെ മാറി അപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും ഒക്കെ കൂടെ വന്നായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെയാണ് ആദ്യം പോയത്. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ വാങ്ങി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ഞങ്ങൾ പിന്നെ തിരിച്ച് എൻ്റെ വീട്ടിലോട്ടൊക്കെ വന്ന് ഞങ്ങളുടെ സാധനമൊക്കെ എടുത്തിട്ട് തിരിച്ച് ജാനിനെയും ഗോപൂട്ടനെയൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കി ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചിയിലോട്ട് തിരിച്ച് ഞങ്ങൾക്ക് രാത്രിയും തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കാരണം നെക്സ്റ്റ് ഡേ തന്നെ ഒന്ന് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ കൂടുതൽ ദിവസം നിൽക്കാനും പറ്റില്ല. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിയിൽ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയപ്പം മുതലും കൊച്ചി എത്തുന്ന അവിടം വരെ നല്ല മഴയായിരുന്നു. ഇടയ്ക്ക് ഇവരെ വെച്ച് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എന്നൂട്ടാ ബൈ പറ. ബൈ ബൈ പറ എന്നൂട്ടാ. ചേച്ചി പറ ബൈ പറ. കുഞ്ഞു ബൈ പറ. അതിനൂട്ടം ബൈ പറ. ബൈ.